ഹലോ, ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ബോഡി ഷേമിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇട്ടാലൊന്ന് കുറേ ആയി ചിന്തിക്കുന്നു. അപ്പം ഇന്ന് വിചാരിച്ച് അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് ഇടാം. ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോഡി ഷേമിങ് എന്ന് പറയണ ആ ഒരു സംഭവം ഞാൻ കുഞ്ഞിലേ മുതൽ കേട്ട് വരുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പം ഏജ് ഇപ്പോൾ 25 ആണ്. അണ്ടർ വെയ്റ്റാണ് ഞാൻ. അതിന് കുഞ്ഞിലേ അങ്ങനെയാണ്, എൻ്റെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറേ അങ്ങനെയാണ്. ഞാൻ എന്ത് കഴിച്ചിട്ടും ഞാൻ വണ്ണം വെച്ചിട്ടേ ഇല്ല. മുമ്പൊക്കെ എനിക്ക് തോന്നുന്നത് കോൺസ്റ്റൻ്റായിട്ട് ഒരേ വെയിറ്റ് ആയിരുന്നു, അങ്ങോട്ടും കൂടണമില്ല അതിൽ കുറയണമില്ല, അങ്ങനെ ഒരു വെയിറ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മാരേജ് കഴിഞ്ഞ് ഡെലിവറി ആ ഒരു സമയത്ത് മാത്രമാണ് ഇച്ചിരി ഒന്ന് വെയിറ്റ് കൂടിയത്, പിന്നെയും പഴയ പോലെ. അപ്പോൾ ഞാൻ എന്ത് കഴിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ പിടിക്കുന്നതോ വെയിറ്റ് ഗെയിൻ ചെയ്യണതോ ഇല്ല. അപ്പോൾ കുഞ്ഞിലെ മുതലേ ഞാൻ കുറേ കേൾക്കണ ഒരു കാര്യമാണ്, ഇപ്പോഴും കേൾക്കണുണ്ട്. ഇപ്പോഴത് എനിക്ക് തോന്നുന്നു കൂടുതലായി. ഇപ്പോൾ 25 വയസ്സായി, കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ച് ഉണ്ടെന്ന് എന്നെ കണ്ടാൽ പറയൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, എനിക്ക് എനിക്ക് പറയാനുള്ളത് പറയാമെന്നും വിചാരിച്ച്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോയാലും അല്ലെ വേറെ എവിടെയെങ്കിലും പോയാലും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഈ ആൾക്കാർ ചോദിക്കണേന്, കൊച്ചിന് എന്തൊന്നും തിന്നാൻ കൊടുക്കൂലേ, ഇതെന്ത് ഈ കൊച്ചിങ്ങനെ ഇരിക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാത്ത എന്ത്, ഇതിന് വല്ല അസുഖം ഉണ്ടാ എന്ന് ഒരുപാട്. എനിക്ക് എണ്ണം എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് എൻ്റെ പേരൻസ്, കുഞ്ഞിലെ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഇവരൊക്കെ ചോദിക്കുമായിരുന്നു, ഇപ്പം ഡയറക്റ്റ് എൻ്റെ അടുത്താണ് ചോദിക്കണം. ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബോഡി ഷെയിം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പെയിൻ അറിയില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് കൊച്ചൊന്നും തിന്നില്ലേ നീ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നിങ്ങനെ അവർക്ക് ചോദിക്കുന്നതിൽ അവർക്ക് ഒരു കുഴപ്പം. പക്ഷെ ആ കേൾക്കണ ആൾക്ക് ഉണ്ടാവണ ഒരു ഫീലിങ്സ് ഉണ്ട്, അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അത് അവർ അനുഭവിക്കണില്ല. പിന്നെ ഒരു സൊസൈറ്റിയിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഈ സൊസൈറ്റിയിൽ ഈ ഉള്ള ആൾക്കാർ ഇവർക്ക് ഇപ്പോൾ വണ്ണം വെച്ചിരുന്ന, ഭയങ്കര വണ്ണം വെച്ചിരുന്ന പറയും, ഇതെന്തോന്ന് വണ്ണം, ഇത് എന്തോന്ന് വീട്ടിലുള്ള അവർക്കുള്ള ഫുഡും കൂടി നീ കഴിക്കണം, ഇത് ഇത്രയും വല്ല അസുഖം ഉണ്ടായി, നീ വെയിറ്റ് കുറേ നടക്കാൻ പറ്റണുണ്ടായെന്ന് ചോദിക്കും. തീരെ മെലിഞ്ഞിരുന്ന ഞാൻ കേട്ട പോലെ കേൾക്കേണ്ടി വരും. പിന്നെ എനിക്ക് ഹൈറ്റും എനിക്ക് കുറവാണ്. അപ്പം പെട്ടെന്ന് കണ്ടാൽ ഞാൻ മാരീഡ് ആണെന്ന്, അല്ല ഞാൻ ഇപ്പം 8ലും 9ലും പഠിക്കുന്ന ആ ഒരു കുട്ടി എങ്ങനെയാണ്, അത്രേ ഉള്ളൂ, അത്രയും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ 8 പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കുറവാണ് എന്ന് കരുതി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് നോർമലി എല്ലാവരും പോലും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളവരിങ്ങനെ ചോദിക്കുമ്പം ഞാൻ ചിന്തിക്കും, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഞാൻ ഇങ്ങനെയായി, എൻ്റെ ബോഡി സ്ട്രക്ചർ ഇങ്ങനെയാണ്, എന്ത് കഴിച്ചാലും വണ്ണം വയ്ക്കാത്തൊരു ശരീരപ്രകൃതമാണ്. അപ്പം മുമ്പൊക്കെ പിന്നെ ഹൈറ്റ് കൂടിയിരുന്നാൽ പറയും തോട്ട ഭയങ്കര പൊക്കമാണ്, ഇതെന്തോന്ന് പൊക്കം എന്ന് പറയും. ഹൈറ്റ് കുറഞ്ഞിരുന്നാൽ അത് ആകെ ഇത്തിരി ഉള്ളൂ, അതിന് പൊക്കമില്ല എന്ന് പറയും. അപ്പം ഈ ആൾക്കാർ വിചാരിക്കുന്ന ഒരു ബോഡി സ്ട്രക്ചറിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ഇപ്പം ഞാൻ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് വിഷമിക്കുന്നത്, വെയിറ്റ് കൂടി അത് കുറയ്ക്കാൻ വേണ്ടി പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് കുറഞ്ഞ് കിട്ടാത്തതിൽ വിഷമം. അപ്പോൾ അതൊക്കെ ഓരോ ഹോർമോണിൻ്റെ ചേഞ്ചും അല്ലെ ഹോർമോണിൻ്റെ ആ ഒരു വ്യത്യാസം എല്ലാം കൂടി കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഫുഡ് അത് ചിന്താഗതിയാണ്. ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. അതും ഇത്രയും നാളായിട്ട് എനിക്കൊരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ അതുപോലെയാണ്. അപ്പം കുഞ്ഞിൽ ഞാൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്രത്തോളം ഫീലാവേ അല്ലേ, അതെന്നെ ബാധിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് അഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ അറിവായി വന്ന സമയത്ത് ഞാൻ ഒരുപാട് കേട്ട്, ആ ഒരു ടീനേജിലൊക്കെ കുറേ കേട്ടു. അപ്പം എനിക്ക് ഭയങ്കര
ആ സമയത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എവിടെയും ഫങ്ഷനൊക്കെ പോകാൻ തന്നെ എനിക്ക് ഭയങ്കര, ഒന്നാമത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പം ഇതുകൂടി കേൾക്കേണ്ടി വരുമല്ലോ, എല്ലാവരും കാണുമ്പോൾ ഇതാണല്ലോ പറയണത് എന്നൊക്കെ കരുതി പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാതെ വേറെ ഒരാളുടെ ഒരു സഹായം കൊണ്ട് എനിക്ക് ജീവിക്കാൻ അങ്ങനെ ഇല്ലല്ലോ. ഞാൻ ഓക്കെയാണ്, ഞാൻ ഓടണമുണ്ട്, നടക്കണമുണ്ട്, അണ്ടർ വെയ്റ്റും ആണ്, ഹൈറ്റും പിന്നെ ഈ ഒരു പെൺകുട്ടീനെ വിലയിരുത്തണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കളറ്, ഹൈറ്റ്, വെയ്റ്റ്. അവർ വാ തുറന്നൊന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി പെട്ടെന്ന് അവരെ ഒന്ന് വിലയിരുത്തണത് കളറ്, വെയ്റ്റ്, ഹൈറ്റ്, ഈ 3 കാര്യങ്ങളാണ്. അപ്പം ഞാൻ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളൊരു ഫങ്ഷനിൽ പോയത് ഒരുപാട്, എനിക്കും അല്ലാതെ എനിക്ക് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങൾ എനിക്കറിയാം. എന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ടീച്ചേഴ്സ് മുതൽ അല്ലെ പബ്ലിക്കിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് എനിക്ക് ഫ്രണ്ട്സൊന്നും അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ ഈ ഫേവറിസം കാണിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫേവറിസം കാണിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരൊന്ന് സംസാരിച്ച്, ഒരാളെ നമുക്ക് സംസാരിച്ചാൽ മാത്രമേ അവരുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിന് മുന്നേ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നോക്കി വിലയിരുത്തുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ഒരു വലിയ സംഭവമായത് കൊണ്ട് ഇപ്പം അങ്ങനെ മാറി നിൽക്കാതെ, ഇപ്പം എന്താ പറയുക, കളർ കൊണ്ടോ വെയിറ്റ് കൊണ്ടോ ഹൈറ്റ് കൊണ്ടോ അല്ലെ ഡിസബിലിറ്റി കൊണ്ടോ മാറി നിൽക്കാതെ മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർ കൂടി ഒരു പ്രചോദനമാണ്. ഒരു സ്റ്റേജിൽ കയറി നമുക്കൊന്ന് സംസാരിക്കാൻ പോലും ഒരു മടുപ്പുള്ളവർ കാണും. അപ്പം അവർ ഇൻട്രോവേർട്ടാണെന്ന് അങ്ങനെ ഒരു പേരാണ് വരണത്. പക്ഷേ അവർ കുറേ പേർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു മടിയാണ്. നമ്മളെ കണ്ടിട്ട് അവരെ എങ്ങനെയാണല്ലോ വിലയിരുത്തുന്നത്. അപ്പം അവരെന്ത് പറയും, എനിക്ക് ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കളർ കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ്, എനിക്ക് വണ്ണമില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിച്ചിട്ടാണ് അങ്ങനെ. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെയുള്ളവർ മുന്നോട്ട് വരുമ്പം ഈ ബാക്കിലോട്ട് വലിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ്. അവരിങ്ങോട്ട് മുന്നോട്ട് വരുമ്പം പിന്നെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ഒരു ഊമയായിരിക്കും. ഊമയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, എന്ത് സംസാരിക്കാത്തത്, സംസാരിക്കാൻ പറ്റൂലല്ലേ, ഹോസ്പിറ്റലിലൊന്നും കാണിക്കണില്ലേ, ഇങ്ങനെ ആയിപ്പോയ എന്ത് ചെയ്യും ഫ്യൂച്ചറിൽ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മനസാക്ഷി ഇല്ലാത്തവരുടെ ഒരു സ്വഭാവമാണ്. മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാതെ അവർക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞവർക്കൊക്കെ ഞാൻ നല്ല മറുപടി കൊടുക്കാം. എന്നെ അഹങ്കാരിയൊന്നും എനിക്ക് ഭയങ്കര നാക്കാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ എനിക്കത് വിഷയമില്ല. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വന്നിട്ടാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ആ ഒരു ഫീല്, അങ്ങനെ ഒരു പെയിന് എനിക്കറിയാം, എനിക്കത് മനസ്സിലാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വന്ന് നമ്മളടുത്ത് സംസാരിക്കുന്നവരടുത്ത് ആ രീതിയിലുള്ള മറുപടി കൊടുത്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. അത് എൻ്റെ ഒപ്പീനിയനാണ്. കാരണം അവർ അങ്ങനെ പറയണത് നമുക്ക് ഹർട്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ തിരിച്ചതുപോലെ ഒരു മറുപടി കൊടുക്കണത്. അല്ലാതെ നമ്മൾ വിഷമിച്ച് മാറിയിരുന്നിട്ടാ, അല്ലെങ്കിൽ അയ്യോ അവരങ്ങനെ ചിന്തിച്ചല്ല പറഞ്ഞല്ലോ എന്ന് കരുതിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം അപ്പോഴപ്പോഴായിട്ടുള്ളത് അങ്ങ് സ്പോട്ടിൽ കൊടുത്താൽ തീരും. കുറച്ച് നാക്കാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.